മുംബൈ ഭീകരാക്രമണ കേസിലെ മുഖ്യപ്രതി തഹാവൂർ റാണയുമായുള്ള വിമാനം ദില്ലിയിലെത്തി. വിമാനത്താവളത്തിൽ കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. വിമാനത്താവളത്തിൽ കമാൻഡോകളെയും അർദ്ധസൈനിക വിഭാഗങ്ങളെയും വിന്യസിച്ചു. ഇയാളെ NIA ആസ്ഥാനത്തെത്തിച്ച് ചോദ്യം ചെയ്യുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം തന്നെ പിന്നീട് ഓൺലൈനായി കോടതിയിൽ ഹാജരാക്കുമെന്നും അറിയാൻ കഴിയുന്നു. വിവരങ്ങളുമായി സ്വാതി ദില്ലിയിൽ നിന്ന് ചേരുകയാണ്. സ്വാതി, വലിയ സുരക്ഷാ സംവിധാനത്തിന് നടുവിലേക്കാണ് തഹാവൂർ റാണയുമായുള്ള വിമാനം എത്തിയത്. ഇയാളെ ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ചോദ്യം ചെയ്യൽ തുടങ്ങിയോ? ഒപ്പം തന്നെ ഇന്ന് തന്നെ കോടതിയിൽ ഓൺലൈനായി ഹാജരാക്കാൻ സാധ്യതയുണ്ടെന്നും പറയുന്നു. മനു, വൻ സുരക്ഷയിൽ തന്നെയാണ് മുംബൈ ഭീകരാക്രമണ കേസ് പ്രതിയും മുഖ്യ സൂത്രധാരനുമായിട്ടുള്ള തഹാവൂർ റാണയെ ദില്ലിയിൽ എത്തിച്ചത്. പ്രത്യേകം സജ്ജമാക്കിയിട്ടുള്ള അതും അന്വേഷണ ഉദ്യോഗസ്ഥരും അതോടൊപ്പം ഇന്റലിജൻസ് ഉദ്യോഗസ്ഥർ അടങ്ങുന്ന സംഘത്തോടൊപ്പമാണ് ദില്ലി പാലം വിമാനത്താവളത്തിൽ റാണയെ എത്തിച്ചത്. അതിനുശേഷം NIA അറസ്റ്റ് രേഖപ്പെടുത്തൽ ഉൾപ്പെടെയുള്ള നടപടികൾ ആരംഭിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. ആ നടപടികൾ പൂർത്തീകരിച്ചതിന് ശേഷം മാത്രമായിരിക്കും ഈ NIA ആസ്ഥാനത്തേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോവുക. കടുത്ത സുരക്ഷാ സംവിധാനങ്ങളൊക്കെയാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. ബുള്ളറ്റ് പ്രൂഫ് വാഹനം ഉൾപ്പെടെ അർദ്ധസൈനിക വിഭാഗം, അതോടൊപ്പം കമാൻഡോസ് ഉൾപ്പെടെയുള്ള ആളുകളെ വിമാനത്താവളത്തിലും അതോടൊപ്പം തന്നെ ഈ പോകുന്ന വഴിയിലടക്കം ക്രമീകരിച്ചുകൊണ്ടായിരിക്കും ഇദ്ദേഹത്തെ അങ്ങോട്ടേക്ക് എത്തിക്കുക. അവിടെ തന്നെ പ്രത്യേകിച്ച് ചോദ്യം ചെയ്യലിനായി പ്രത്യേക സെല്ല് ക്രമീകരിച്ചിട്ടുണ്ട്. അവിടെ 12 ഉദ്യോഗസ്ഥരായിരിക്കും, NIA DG ഉൾപ്പെടെയുള്ള 12 ഉദ്യോഗസ്ഥരായിരിക്കും ചോദ്യം ചെയ്യുക. ഈ ചോദ്യം ചെയ്യലിന് ശേഷമായിരിക്കും അദ്ദേഹത്തെ ഇന്ന് കോടതിയിൽ ഹാജരാക്കണമോ വേണ്ടയോ എന്നുള്ളതിൽ തീരുമാനമാവുക. പ്രത്യേകിച്ചും സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ തന്നെയും മുൻനിർത്തിക്കൊണ്ട് വിർച്വലായി തന്നെ അദ്ദേഹത്തെ ജഡ്ജിക്ക് മുമ്പിൽ ഹാജരാക്കാനായിരിക്കും തീരുമാനിക്കുക. അതിനുശേഷം ജുഡീഷ്യൽ കസ്റ്റഡി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നതിനും സാധ്യതയുണ്ട്. തിരിച്ച് തിഹാർ ജയിലില് മറ്റു ക്രമീകരണങ്ങളൊക്കെ തന്നെയും ഇദ്ദേഹത്തെ പാർപ്പിക്കാൻ വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. ആ തിഹാർ ജയിലിൽ അതീവ സുരക്ഷാ ക്രമീകരണങ്ങളുള്ള സെല്ലിലേക്ക് തന്നെയായിരിക്കും അദ്ദേഹത്തെ പാർപ്പിക്കുക. അത്തരത്തിൽ നടപടികളൊക്കെ തന്നെയും വളരെ സുരക്ഷയുടെ ഭാഗമായി തന്നെ വളരെ രഹസ്യമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. ഇത് സംബന്ധിച്ചുള്ള ഔദ്യോഗിക കുറിപ്പ് ഇതുവരെയും ഒരു ഏജൻസിയുടെ ഭാഗത്തുനിന്നോ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നോ പുറത്ത് വന്നിട്ടില്ല എന്നുള്ളതും ഏറ്റവും പ്രധാനമാണ്. അതിനുശേഷം മാത്രമേ മറ്റു നടപടികൾ എന്തൊക്കെയാണ് എന്നുള്ളതിൽ ഒരു സ്ഥിരീകരണം വരികയുള്ളൂ. മനു, ശരി. സ്വാതി വിവരങ്ങൾ നൽകിയത്.